ഇനി കാർഷിക വാർത്തകൾ. റബ്ബർ വില ഉയർന്നതിന് പിന്നാലെ ഏലക്കയുടെ ലേലവും ശക്തമായി. അതേസമയം തളർച്ചയിലാണ് കുരുമുളക്. ബാങ്കോങ്ങിൽ റബ്ബർ വിലയിൽ നേരിയ ഉണർവ് കണ്ടെങ്കിലും ഏഷ്യനവധി വ്യാപാര മേഖലയിൽ ഉൽപ്പന്നത്തിന് കരുത്ത് കാണിക്കാനായില്ല. ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ മികവ് പുലർത്താൻ ജപ്പാൻ ഒസാക്കിയിൽ റബ്ബർ ശ്രമം നടത്തിയെങ്കിലും വാരാന്ത്യം നിക്ഷേപകർ ലാഭമെടുപ്പിന് നടത്തിയ നീക്കം റബ്ബറിനെ 310 യെന്നിലേക്ക് തളർത്തി. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 18,700 രൂപയിൽ നിന്നും 18,800 രൂപയിലേക്ക് കയറി. ഒട്ടുപാലിന് ആവശ്യക്കാരെത്തിയതോടെ കിൻഡലിന് 12,600 രൂപയായി ഉയർന്നു. അതേസമയം ആവശ്യക്കാരുടെ അഭാവം മൂലം ഒരാഴ്ചയിലേറെയായി ലാറ്റക്സ് 12,000 രൂപയിൽ സ്റ്റഡിയാണ്. ശാന്തൻപാറയിൽ നടന്ന ഏലക്ക വ്യാപാരത്തിൽ ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതി സമൂഹവും ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ലേലത്തെ അപേക്ഷിച്ച് വരവ് ചുരുങ്ങിയെങ്കിലും അതിനനുസൃതമായി കർഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വില ഉയർന്നില്ല. ആഭ്യന്തര വാങ്ങലുകാർ ശരാശരി ഇനങ്ങൾ കിലോ 2,404 രൂപയ്ക്കും മികച്ച ഇനങ്ങൾ കിലോ 2,778 രൂപയ്ക്കും ശേഖരിച്ചു. ഉത്സവ ദിനങ്ങൾ കഴിഞ്ഞതിനാൽ സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് നീക്കം നിയന്ത്രിക്കുന്നുണ്ട്. മൊത്തം 35,140 കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് വന്നതിൽ 34,734 കിലോയും വിറ്റഴിഞ്ഞു. വിയറ്റ്നാമിൽ കുരുമുളക് വിലയിൽ പൊടുന്നനെ തളർച്ച അനുഭവപ്പെട്ടത് വിദേശ വാങ്ങലുകാരെ ആകർഷിച്ചു. സീസൺ ആരംഭിക്കാൻ ഇനിയും മാസങ്ങൾ ശേഷിക്കുന്നതിനാൽ വിപണിയിൽ തിരിച്ചുവരവ് സംഭവിക്കുന്ന സൂചനയാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. നേരത്തെ രൂക്ഷമായ ചരക്ക് ക്ഷാമത്തെ തുടർന്ന് അവർ ബ്രസീലിയൻ ചരക്ക് സംഭരണത്തിൽ നീക്കം നടത്തിയിരുന്നു. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില 693 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 5 പച്ചക്കറി ഇനങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കാതെ സർക്കാർ. അതേസമയം സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കമാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ട്. 5 പച്ചക്കറി വിളകൾക്ക് കൂടി താങ്ങുവില നൽകാൻ 3 വർഷം മുൻപ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തതാണ്. ചേന, മത്തൻ, ചുരയ്ക്ക, വഴുതനങ്ങ, തണ്ണിമത്തൻ എന്നിവയ്ക്കാണ് താങ്ങുവില നൽകാൻ സർക്കാർ 2022 തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോഴും ഇക്കാര്യത്തിൽ നടപടി എങ്ങുമെത്താത്ത അവസ്ഥയാണ്. എത്ര രൂപ താങ്ങുവില നിശ്ചയിക്കണമെന്ന് പോലും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വില നിശ്ചയിച്ച് ധനവകുപ്പിന്റെ അംഗീകാരം ലഭിച്ചാലേ ഉത്തരവ് പ്രാബല്യത്തിൽ വരികയുള്ളൂ. സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അധിക ബാധ്യതയാകുമെന്ന കാരണത്താലാണ് ഇവ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതെന്നാണ് വിവരം. 2020 പഴം പച്ചക്കറികൾക്ക് സംസ്ഥാന സർക്കാർ താങ്ങുവില പ്രഖ്യാപിച്ചത്. മരച്ചീനി, നേന്ത്രക്കായ, കൈതച്ചക്ക, കുമ്പളങ്ങ, വെള്ളരി, പാവൽ, പടവലം, വള്ളിപ്പയർ, തക്കാളി, വെണ്ട, കാബേജ്, കാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ബീട്രൂട്ട്, വെളുത്തുള്ളി എന്നിവയ്ക്കാണ് നിലവിൽ താങ്ങുവില നടപ്പിലാക്കിയിട്ടുള്ളത്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള, ഹോർട്ടികോർപ്പ്, കൃഷിവകുപ്പിന്റെ ഇക്കോ ഷോപ്പുകൾ എന്നിവയിലൂടെ വിപണനം ചെയ്യുന്നവയ്ക്കാണ് താങ്ങുവില ലഭിക്കുക. താങ്ങുവിലയേക്കാൾ വിപണി വില താഴുമ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് സർക്കാർ നൽകുക. ഓരോ ജില്ലയിലും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള വില നിരീക്ഷണ സമിതി വിലയിടിഞ്ഞതായി പ്രഖ്യാപിക്കുകയും വേണം. സംസ്ഥാനത്ത് നിലവിൽ താങ്ങുവില പട്ടികയിൽ ഉൾപ്പെട്ട വിളകൾക്ക് 80 ലക്ഷത്തോളം രൂപയാണ് ലഭിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അധിക മഴ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാപ്പി കൃഷിയെ പ്രതിസന്ധിയിലാക്കുന്നു. ഇതേ തുടർന്നുണ്ടാകുന്ന കാപ്പിയിലെ ഈർപ്പം കയറ്റുമതിക്കും വെല്ലുവിളിയായിരിക്കുകയാണ്. തുടർച്ചയായ ന്യൂനമർദ്ദങ്ങളും കനത്ത മൺസൂണും ദക്ഷിണേന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് വെല്ലുവിളിയായിരിക്കുകയാണ്. 2025-26 സീസണിൽ ഇന്ത്യൻ കാപ്പി ഉൽപ്പാദനം പ്രതിസന്ധിയിലാകുമെന്നാണ് കണക്കാക്കുന്നത്. നവംബർ ആദ്യവാരം തന്നെ കനത്ത മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ഇത് അറബിക്ക കാപ്പിയെ എത്രത്തോളം ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകരും വ്യാപാരികളും. മൺസൂൺ രാജ്യത്ത് 8% അധിക മഴയാണ് നൽകിയത്. അറബിക്ക കാപ്പി കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു ദിവസമെങ്കിലും കൃത്യമായി മഴ ലഭിച്ചാൽ മാത്രമേ ഇവയ്ക്ക് മൂപ്പെത്തൂ. പഴങ്ങൾ പാകമായതിനു ശേഷവും മഴ തുടർന്നാൽ കായകൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വിളവ് കുറയാൻ കാരണമാകും. അധിക മഴ കാരണം കായകൾ ചീഞ്ഞഴുകുകയാണ്. ഇതുമൂലം വിള കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവായിരിക്കുമെന്നാണ് കർഷക പ്ലാന്റേഴ്സ് അസോസിയേഷനും പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അസമിലെ തേയില ഉൽപ്പാദനത്തിൽ വർധന. രാജ്യത്തിന്റെ മൊത്തം തേയില ഉൽപ്പാദനത്തിൽ 52% സംഭാവന ചെയ്യുന്നത് അസമാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് അസം. 2024 അസം 627.95 ദശലക്ഷം കിലോഗ്രാം തേയിലയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇത് ഇന്ത്യയുടെ മൊത്തം ഉൽപ്പാദനമായ 1203.65 ദശലക്ഷം കിലോഗ്രാമിന്റെ 52% വരും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നേരിയ തോതിൽ തേയില ഉൽപ്പാദനം ഉയരാൻ സാധ്യതയുണ്ട്. 2024 ആദ്യ പകുതിയിൽ ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ നല്ല വിളവ് ലഭിച്ചു. എന്നാൽ ഈ വർഷം നേരെ വിപരീതമാണ്. ആദ്യ പകുതിയിൽ നല്ല വിളവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ രണ്ടാം പകുതിയിൽ വിളവ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാകാൻ സാധ്യതയില്ലെന്നാണ് നോർത്ത് ഈസ്റ്റേൺ ടീ അസോസിയേഷന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ റെക്കോർഡ് വിളവ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ഒക്ടോബർ മാസത്തിൽ ഉൽപ്പാദനം കുറയും.
2025 അസമിന്റെ തേയില ഉൽപ്പാദനം 2023 അപേക്ഷിച്ച് കുറവായിരിക്കുമെന്നാണ് അസോസിയേഷൻ കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 188, RSS 5 184, ലാറ്റക്സ് 126, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71,300, കുരുമുളക് അൺഗാർബിൾ 69,300, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 35,000, കൊപ്ര 22,050, ചുക്ക് 24,000.